സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം. അവളുടെ സിസ്റ്ററും പതിവായി സ്കൂളിൽ വരുന്നില്ല എന്നെങ്ങനെ പറയാം? ഷീ ആൻഡ് ഹെർ സിസ്റ്റർ ഡോണ്ട് കം ടു സ്കൂൾ റെഗുലർലി. അവളും അവളുടെ സിസ്റ്ററും അനിയത്തിയും പതിവായി സ്കൂളിൽ വരുന്നില്ല. ഷീ ആൻഡ് ഹെർ സിസ്റ്റർ ഡോണ്ട് കം ടു സ്കൂൾ റെഗുലർലി. അവളും അവളുടെ അനിയത്തിയും പതിവായി സ്കൂളിൽ വരുന്നില്ല. She and her sister don't come to school regularly. അവളും അവളുടെ സഹോദരിയും പതിവായി സ്കൂളിൽ വരുന്നില്ല. She and her sister don't come to school regularly. അവളും അവളുടെ സഹോദരിയും പതിവായി സ്കൂളിൽ വരുന്നില്ല. പരീക്ഷയിൽ തോറ്റു എന്നെങ്ങനെ പറയാം? He failed the exam. അവൻ പരീക്ഷയിൽ തോറ്റു. 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 പാസ്സാകുമെന്ന് എങ്ങനെ പറയാം? I will definitely pass. ഞാൻ തീർച്ചയായും പാസ്സാകും. 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 ഞാൻ വളരെ രസകരമായ ഒരു പുസ്തകം വായിച്ചു എന്നെങ്ങനെ പറയാം? I read a very interesting book last night. ഇന്നലെ രാത്രി വളരെ രസകരമായ ഒരു പുസ്തകം വായിച്ചു. I read a very interesting book last night. ഇന്നലെ രാത്രി ഞാൻ വളരെ രസകരമായ ഒരു പുസ്തകം വായിച്ചു. I read a very interesting book last night. ഇന്നലെ രാത്രി വളരെ രസകരമായ ഒരു പുസ്തകം വായിച്ചു. I read a very interesting book last night. ഇന്നലെ രാത്രി വളരെ രസകരമായ ഒരു പുസ്തകം വായിച്ചു. I read a very interesting book last night. ഇന്നലെ രാത്രി വളരെ രസകരമായ ഒരു പുസ്തകം വായിച്ചു. അവൻ ഇംഗ്ലീഷിന് മോശമാണ് എന്നെങ്ങനെ പറയാം? He is bad at English. അവൻ ഇംഗ്ലീഷിന് മോശമാണ്. 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 പാഠങ്ങൾ മുഴുവൻ പഠിച്ചു തീർത്തു എന്നെങ്ങനെ പറയാം? We have finished studying all the lessons. ഞങ്ങൾ പാഠങ്ങൾ മുഴുവൻ പഠിച്ചു തീർത്തു. We have finished studying all the lessons. ഞങ്ങൾ പാഠങ്ങൾ മുഴുവൻ പഠിച്ചു തീർത്തു. We have finished studying all the lessons. ഞങ്ങൾ പാഠങ്ങൾ മുഴുവൻ പഠിച്ചു തീർത്തു. We have finished studying all the lessons. ഞങ്ങൾ പാഠങ്ങൾ മുഴുവൻ പഠിച്ചു തീർത്തു. ബുധനാഴ്ച വരാറില്ല എന്നെങ്ങനെ പറയാം? We does not come on Wednesday. അവൻ ബുധനാഴ്ച വരാറില്ല. He does not come on Wednesday. അവൻ ബുധനാഴ്ച വരാറില്ല. He does not come on Wednesday. അവൻ ബുധനാഴ്ച വരാറില്ല. He does not come on Wednesday. അവൻ ബുധനാഴ്ച വരാറില്ല. He does not come on Wednesday. അവൻ ബുധനാഴ്ച വരാറില്ല. അവൾക്ക് പഠിത്തത്തിൽ വളരെ ശ്രദ്ധയുണ്ട് എന്നെങ്ങനെ പറയാം? She is very focused on her studies. അവൾക്ക് പഠിത്തത്തിൽ വളരെ ശ്രദ്ധയുണ്ട്. She is very focused on her studies. അവൾക്ക് പഠിത്തത്തിൽ വളരെ ശ്രദ്ധയുണ്ട്. She is very focused on her studies. അവൾക്ക് പഠിത്തത്തിൽ വളരെ ശ്രദ്ധയുണ്ട്. She is very focused on her studies. അവൾക്ക് പഠിത്തത്തിൽ വളരെ ശ്രദ്ധയുണ്ട്. She is very focused on her studies. അവൾക്ക് പഠിത്തത്തിൽ വളരെ ശ്രദ്ധയുണ്ട്.
ഫലം നാളെ അറിയുന്ന എങ്ങനെ പറയാ? ദ എക്സാം റിസൾട്ട് വിൽ ബി നോൺ ടുമാറോ. പരീക്ഷാഫലം നാളെ അറിയും. ദ എക്സാം റിസൾട്ട് വിൽ ബി നോൺ ടുമാറോ. പരീക്ഷാഫലം നാളെ അറിയും. ദ എക്സാം റിസൾട്ട് വിൽ ബി നോൺ ടുമാറോ. പരീക്ഷാഫലം നാളെ അറിയും. ദ എക്സാം റിസൾട്ട് വിൽ ബി നോൺ ടുമാറോ. പരീക്ഷാഫലം നാളെ അറിയും. പാസ്സായി എന്നെങ്ങനെ പറയാ? യു പാസ്ഡ് ദ എക്സാം. നീ പരീക്ഷ പാസ്സായി. യു പാസ്ഡ് ദ എക്സാം. നീ പരീക്ഷ പാസ്സായി. യു പാസ്ഡ് ദ എക്സാം. നീ പരീക്ഷ പാസ്സായി. ഇംഗ്ലീഷ് നന്നായി അറിയാമെന്നെങ്ങനെ പറയാ? ഐ നോ ഇംഗ്ലീഷ് വെൽ. എനിക്ക് ഇംഗ്ലീഷ് നന്നായി അറിയാം. ഐ നോ ഇംഗ്ലീഷ് വെൽ. എനിക്ക് ഇംഗ്ലീഷ് നന്നായി അറിയാം. ഐ നോ ഇംഗ്ലീഷ് വെൽ. എനിക്ക് ഇംഗ്ലീഷ് നന്നായി അറിയാം. ഇംഗ്ലീഷ് നന്നായി അറിയാമെന്ന് എങ്ങനെ പറയാം? ഐ നോ ഇംഗ്ലീഷ് വെൽ. എനിക്ക് ഇംഗ്ലീഷ് നന്നായി അറിയാം. 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 കൈയക്ഷരം നല്ലതല്ല എന്നിങ്ങനെ പറയാം. യുവർ ഹാൻഡ് റൈറ്റിംഗ് ഈസ് നോട്ട് ഗുഡ്. നിന്റെ കൈയക്ഷരം നല്ലതല്ല. യുവർ ഹാൻഡ് റൈറ്റിംഗ് ഈസ് നോട്ട് ഗുഡ്. നിന്റെ കൈയക്ഷരം നല്ലതല്ല. യുവർ ഹാൻഡ് റൈറ്റിംഗ് ഈസ് നോട്ട് ഗുഡ്. നിന്റെ കൈയക്ഷരം നല്ലതല്ല. യുവർ ഹാൻഡ് റൈറ്റിംഗ് ഈസ് നോട്ട് ഗുഡ്. നിന്റെ കൈയക്ഷരം നല്ലതല്ല. തൽക്കാലം ഈ പുസ്തകം കയ്യിൽ വെച്ചോളൂ എന്നിങ്ങനെ പറയാം. പ്ലീസ് പുട്ട് ദിസ് ബുക്ക് ഇൻ യുവർ ഹാൻഡ് ഫോർ നൗ. തൽക്കാലം ഈ പുസ്തകം കയ്യിൽ വെച്ചോളൂ. പ്ലീസ് പുട്ട് ദിസ് ബുക്ക് ഇൻ യുവർ ഹാൻഡ് ഫോർ നൗ. തൽക്കാലം ഈ പുസ്തകം കയ്യിൽ വെച്ചോളൂ. പ്ലീസ് പുട്ട് ദിസ് ബുക്ക് ഇൻ യുവർ ഹാൻഡ് ഫോർ നൗ. തൽക്കാലം ഈ പുസ്തകം കയ്യിൽ വെച്ചോളൂ. പ്ലീസ് പുട്ട് ദിസ് ബുക്ക് ഇൻ യുവർ ഹാൻഡ് ഫോർ നൗ. തൽക്കാലം ഈ പുസ്തകം കയ്യിൽ വെച്ചോളൂ. ഒരു പെൻസിൽ അധികമുണ്ടോയെന്ന് എങ്ങനെ ചോദിക്കുക? ഡു യു ഹാവ് എൻ എക്സ്ട്രാ പെൻസിൽ. നിൻ്റെ കയ്യിൽ ഒരു പെൻസിൽ അധികമുണ്ടോ? ഡു യു ഹാവ് എൻ എക്സ്ട്രാ പെൻസിൽ. നിൻ്റെ കയ്യിൽ ഒരു പെൻസിൽ അധികമുണ്ടോ? ഡു യു ഹാവ് എൻ എക്സ്ട്രാ പെൻസിൽ. നിൻ്റെ കയ്യിൽ ഒരു അധിക പെൻസിലുണ്ടോ? ഡു യു ഹാവ് എൻ എക്സ്ട്രാ പെൻസിൽ. നിൻ്റെ കയ്യിൽ ഒരു അധിക പെൻസിലുണ്ടോ? സ്കൂൾ അടയ്ക്കുന്ന എങ്ങനെ പറയാ? അവർ സ്കൂൾ വിൽ ബി ക്ലോസ്ഡ് ടുമാറോ. നാളെ ഞങ്ങളുടെ സ്കൂൾ അടയ്ക്കും. അവർ സ്കൂൾ വിൽ ബി ക്ലോസ്ഡ് ടുമാറോ. നാളെ ഞങ്ങളുടെ സ്കൂൾ അടയ്ക്കും. അവർ സ്കൂൾ വിൽ ബി ക്ലോസ്ഡ് ടുമാറോ. നാളെ ഞങ്ങളുടെ സ്കൂൾ അടയ്ക്കും. അവർ സ്കൂൾ വിൽ ബി ക്ലോസ്ഡ് ടുമാറോ. നാളെ ഞങ്ങളുടെ സ്കൂൾ അടയ്ക്കും. ഇതിനെ എന്ത് പറയുന്നു എങ്ങനെ പറയാം? വാട്ട് ഡു യു സേ ഇൻ ഇംഗ്ലീഷ് ഫോർ ദീസ്. ഇംഗ്ലീഷിൽ ഇതിന് എന്ത് പറയും? വാട്ട് ഡു യു സേ ഇൻ ഇംഗ്ലീഷ് ഫോർ ദീസ്. ഇംഗ്ലീഷിൽ ഇതിന് എന്ത് പറയും? വാട്ട് ഡു യു സേ ഇൻ ഇംഗ്ലീഷ് ഫോർ ദീസ്. ഇതിനെ ഇംഗ്ലീഷിൽ എന്ത് പറയും? വാട്ട് ഡു യു സേ ഇൻ ഇംഗ്ലീഷ് ഫോർ ദീസ്. ഇതിനെ ഇംഗ്ലീഷിൽ എന്ത് പറയും? സമയമാണ് ഇപ്പോൾ എന്നെങ്ങനെ പറയാം? ഇറ്റ്സ് ടൈം ഫോർ ദ സീരിയൽ നൗ. സീരിയലിൻ്റെ സമയമാണ് ഇപ്പോൾ. ഇറ്റ്സ് ടൈം ഫോർ ദ സീരിയൽ നൗ. സീരിയലിൻ്റെ സമയമാണ് ഇപ്പോൾ. ഇറ്റ്സ് ടൈം ഫോർ ദ സീരിയൽ നൗ. സീരിയലിൻ്റെ ടൈമാണ് ഇപ്പോൾ. ഇറ്റ്സ് ടൈം ഫോർ ദ സീരിയൽ നൗ. സീരിയലിൻ്റെ സമയമാണ് ഇപ്പോൾ. കാണാൻ പോകുക എന്നെങ്ങനെ പറയാം? ഐ ആം ഗോയിങ് ടു വാച്ച് ദ സീരിയൽ. ഞാൻ സീരിയൽ കാണാൻ പോകുക. ഐ ആം ഗോയിങ് ടു വാച്ച് ദ സീരിയൽ. ഞാൻ സീരിയൽ കാണാൻ പോകുക. ഐ ആം ഗോയിങ് ടു വാച്ച് ദ സീരിയൽ. ഞാൻ സീരിയൽ കാണാൻ പോകുക. ഐ ആം ഗോയിങ് ടു വാച്ച് ദ സീരിയൽ. ഞാൻ സീരിയൽ കാണാൻ പോവുക. ഇതിൽ കയറുക എളുപ്പമല്ല എന്നെങ്ങനെ പറയാം? ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ക്ലൈംബ് ദീസ്. ഇതിൽ കയറുക എളുപ്പമല്ല. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ക്ലൈംബ് ദീസ്. ഇതിൽ കയറുക എളുപ്പമല്ല. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ക്ലൈംബ് ദീസ്. ഇതിൽ കയറുക എളുപ്പമല്ല. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ക്ലൈംബ് ദീസ്. ഇതിൽ കയറുക എളുപ്പമല്ല. ഇറ്റ് ഈസ് നോട്ട്
ഈസി ടു ക്ലൈംബ് ദീസ്. ഇതിൽ കയറുക എളുപ്പമല്ല. ഇവിടെ ഇറങ്ങണം എന്നെങ്ങനെ പറയാം? ഐ നീഡ് ടു ഗെറ്റ് ഓഫ് ഹിയർ. എനിക്കിവിടെ ഇറങ്ങണം. 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 വിശ്രമിക്കാനുള്ള സ്ഥലമല്ല എന്നെങ്ങനെ പറയാം? ദിസ് ഈസ് നോട്ട് എ പ്ലേസ് ടു റിലാക്സ്. ഇത് വിശ്രമിക്കാനുള്ള സ്ഥലമല്ല. ദിസ് ഈസ് നോട്ട് എ പ്ലേസ് ടു റിലാക്സ്. ഇത് വിശ്രമിക്കാനുള്ള സ്ഥലമല്ല. ദിസ് ഈസ് നോട്ട് എ പ്ലേസ് ടു റിലാക്സ്. ഇത് വിശ്രമിക്കാനുള്ള സ്ഥലമല്ല. ദിസ് ഈസ് നോട്ട് എ പ്ലേസ് ടു റിലാക്സ്. ഇത് വിശ്രമിക്കാനുള്ള സ്ഥലമല്ല. വിശ്രമിക്കാനുള്ള സ്ഥലമല്ല എന്നെങ്ങനെ പറയാം? ദിസ് ഈസ് നോട്ട് എ പ്ലേസ് ടു റിലാക്സ്. ഇത് വിശ്രമിക്കാനുള്ള സ്ഥലമല്ല. ദിസ് ഈസ് നോട്ട് എ പ്ലേസ് ടു റിലാക്സ്. ഇത് വിശ്രമിക്കാനുള്ള സ്ഥലമല്ല. പറയുന്ന പോലെ പറയുകയാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.